ദമയന്തി തൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി. സുരക്ഷിതയായിട്ടെത്തി. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ചേർന്നു. പക്ഷേ ഭർതൃമതിയായ ഒരു സ്ത്രീക്ക് അതുകൊണ്ട് സന്തോഷമുണ്ടാവുകയില്ലല്ലോ. നളനില്ലാതെ ദമയന്തിക്ക് ജീവിക്കാൻ സാധ്യമല്ല. ദുഃഖിതയായി അവിടെ കഴിയുന്ന ദമയന്തി അന്ന് തന്നെ രാത്രി, താൻ ചെന്ന ദിവസം തന്നെ രാത്രിയിൽ തൻ്റെ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായ നളൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. നളനെ ഏത് വിധേനയും ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മയായ രാജ്ഞി കരയാൻ തുടങ്ങി മകളുടെ ഈ അവസ്ഥ കണ്ടിട്ട്. ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. അമ്മയുടെ, റാണിയുടെ ഈ കരച്ചിൽ കണ്ട് കൊട്ടാരത്തുള്ള മറ്റു സ്ത്രീകളും വിലപിക്കാൻ തുടങ്ങി. അത് കേട്ട് രാജാവ് ഓടി വന്നു. ഭീമരാജാവ് ഭർത്താവിനോട് രാജ്ഞി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. അവൾ ലജ്ജ വിട്ട് ഇങ്ങനെ പറയണമെങ്കിൽ അതിൽ അത്രയധികം നമ്മുടെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ നളനെ, പുണ്യശ്ലോകനെ ഉടനെ എവിടെ എത്തിക്കണം. പുണ്യശ്ലോകൻ എന്നുള്ളത് നളൻ്റെ മറ്റൊരു പേര് പോലെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്കാണ് എന്നോർക്കുക. രാജാവ് ഇത് കേട്ട് നളനെ അന്വേഷിക്കാൻ വേണ്ടി നിരവധി ബ്രാഹ്മണരെ നിയോഗിക്കുകയാണ്. അങ്ങനെ നളനെ അന്വേഷിച്ച് പുറപ്പെടുന്ന ബ്രാഹ്മണർ പോകുന്നതിന് മുമ്പായിട്ട് ദമയന്തിയെ സമീപിക്കുന്നു. ദമയന്തിയെ കണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ നളനെ അന്വേഷിച്ച് പോവുകയാണ്, എന്തെങ്കിലും സന്ദേശങ്ങൾ തരാനുണ്ടോ? ദമയന്തി അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുന്ന എല്ലാ രാഷ്ട്രങ്ങളിലും ഞാൻ പറയുന്ന വാക്യങ്ങൾ കേൾപ്പിക്കണം. എന്താണ് വാക്യം? ക്വനുത്വം ഹിതവച്ഛിത്വാ വസ്ത്രാർദ്ധം പ്രസ്ഥിതോ മമ ഉത്സൃജ്യ വിപനേ സുപ്താം അനുരക്താം പ്രിയാം പ്രിയാം. ഹേ കിതവ, അല്ലയോ ചൂതുകളിക്കാരാ, അങ്ങ് അർദ്ധവസ്ത്രം മുറിച്ചെടുത്തിട്ട് എന്നെ നീ കാട്ടിൽ ഉപേക്ഷിച്ച് പോയല്ലോ. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായ നിന്നെ സ്നേഹിക്കുന്നവളെ നീ ഉപേക്ഷിച്ച് പോയല്ലോ. അവളിതാ കരഞ്ഞുകൊണ്ട് ആ അർദ്ധവസ്ത്രവുമായിട്ട് ഇവിടെ അലഞ്ഞു നടക്കുകയാണ്. അവളിൽ നീ പ്രസാദിക്കൂ, ഇതിന് മറുവാക്യം പറയൂ. ഭാര്യ ഭർത്താവിനാൽ എന്നും രക്ഷിക്കപ്പെടേണ്ടവളും ഭരിക്കപ്പെടേണ്ടവളുമാണ്. പക്ഷേ ഈ രണ്ട് കാര്യവും ഇന്ന് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ധർമ്മജ്ഞനാണ്, കുലീനനാണ്, ജ്ഞാനിയാണ്, പ്രസിദ്ധനാണ്, ദയാലുവാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തത്? ഈ കാര്യം, ഈ ശ്ലോകങ്ങളാണ് നിങ്ങൾ എല്ലായിടത്തും കേൾപ്പിക്കേണ്ടത്. ഇതിന് മറുപടി കിട്ടുകയാണെങ്കിൽ അത് ആരാണ് പറഞ്ഞത് എന്നും എങ്ങനെയുള്ളവനാണ് എന്നും എന്നെ നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ സാമർഥ്യമില്ലാതെ ആയിട്ടുണ്ടോ, ധനികനാണോ ദരിദ്രനാണോ മുതലായ കാര്യങ്ങളും നിങ്ങൾ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. ബ്രാഹ്മണർ ആ സന്ദേശവും വഹിച്ചുകൊണ്ട് നാനാഭാഗങ്ങളിലേക്ക് യാത്രയായി. കുറച്ച് ദിവസം കഴിഞ്ഞു. പർണാദൻ എന്നു പേരുള്ള ബ്രാഹ്മണരുടെ പേരും വളരെ മനോഹരമാണ്. സുദേവൻ എന്നുള്ള ബ്രാഹ്മണൻ, സുദാമൻ മുതലായിട്ടുള്ള ആളുകളുടെ പേരൊക്കെ നമ്മൾ കേട്ടു. പർണാദൻ, പർണം, ഇല മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ത്യാഗികളായ തപസ്സുകളായ ബ്രാഹ്മണരാണ് ഇങ്ങനെ അന്വേഷിച്ച് പുറപ്പെടുന്നത്. പർണാദൻ എന്ന ഈ ബ്രാഹ്മണൻ തിരിച്ചു വന്ന് ദമയന്തിയോട് പറഞ്ഞു, ഞാൻ അയോധ്യാപുരിയിൽ ഋതുപർണ രാജാവിൻ്റെ, ഭാഗാസുരി എന്നും പേരുള്ള ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു, അയോധ്യയിൽ ചെന്നു. അവിടെ ഈ ശ്ലോകം, ഈ വാക്കുകൾ ഞാൻ കേൾപ്പിച്ചപ്പോൾ ഋതുപർണൻ അത് കേട്ടിട്ട് ഒരു പ്രതികരണവും ഇല്ലാതെയിരുന്നു. അദ്ദേഹത്തിന് പാർഷദന്മാരും വേണ്ടിയില്ല. ഞാൻ രാജാവിനോട് അനുവാദം ചോദിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുരുഷൻ ഉയരം കുറഞ്ഞിട്ട് കറുത്ത് കൈയുടെ നീളമൊക്കെ കുറഞ്ഞ ചുരുണ്ട് നിൽക്കുന്ന കൈയൊക്കെ ആയിട്ടുള്ള ഒരു വിരൂപനായിട്ടുള്ള ഒരാൾ ഓടി വന്നിട്ട് ഏകാന്തത്തിൽ ഒറ്റക്ക് എൻ്റെ അടുത്ത് വന്ന് എന്നെ നോക്കി ഒന്ന് ദീർഘനിശ്വാസം ചെയ്തു. അതിനുശേഷം കുറേ കരഞ്ഞു. അദ്ദേഹം നല്ല കുതിരക്കാരനാണ്, അതിവേഗത്തിൽ കുതിരയെ ഓടിക്കുന്നവനാണ്, നല്ല സ്വാദിഷ്ടമായ പാചകം ചെയ്യുന്നവനുമാണ് എന്നറിയാൻ സാധിച്ചു. അദ്ദേഹമാണ് ഈ ദീർഘനിശ്വാസം ചെയ്ത് കരഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, വൈഷമ്യമപി സംപ്രാപ്ത ഗോപായന്തി കുലസ്ത്രിയ ആത്മാനമാത്മനാ സത്യോ ജിതസ്വർഗോ ന സംശയ. വിഷമഘട്ടത്തിലും കുലസ്ത്രീകൾ തന്നെ താൻ രക്ഷിച്ച് ജീവിക്കും. അങ്ങനെ അവർ സത്യത്തെയും സ്വർഗത്തെയും ജയിക്കുന്നു. അതിൽ യാതൊരു സംശയവും ഇല്ല.
രഹിതാ ഭർത്തൃഭിശ്ചൈവ ന കുപ്യന്തി കദാചന പ്രാണാം ചാരിത്രകവചാൻ ധാരയന്തി വരസ്ത്രീയ. ഭർത്താവില്ലെങ്കിലും ആ സ്ത്രീകൾ ആരിലും കോപിക്കുകയില്ല. തൻ്റെ പ്രാണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ചാരിത്രത്തെ കവചമാക്കി മാറ്റാൻ അത്തരം പതിവ്രതകൾക്ക് സാധിക്കും, പരസ്ത്രീകൾക്ക് സാധിക്കും. വിഷമസ്ഥേന മൂഢേന പരിഭ്രഷ്ടസുഖേന ച യത്സാ തേന പരിത്യക്ത തത്ര ന ക്രോദ്ധുമർഹതി. വിഷമമായ അവസ്ഥയിലെത്തിയിട്ട് മൗഢ്യം പ്രാപിച്ച് എല്ലാ സുഖങ്ങളിൽ നിന്നും ഭ്രഷ്ടനായിത്തീർന്ന ആ ഒരു വ്യക്തി തൻ്റെ ആ മൗഢ്യം കൊണ്ട് ഭവതിയെ ത്യജിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പൊറുക്കണം, കോപിക്കാൻ പാടില്ല. പ്രാണരക്ഷക പരിശ്രമിക്കുമ്പോൾ തൻ്റെ വസ്ത്രം പോലും പക്ഷികൾ അപഹരിച്ചു കൊണ്ടുപോയ അവസ്ഥയിൽ അദ്ദേഹം ആധിമൂത്ത് എന്തൊക്കെയോ ചെയ്തു. അതുകൊണ്ട് ഹേ സുന്ദരി, അവനോട് നീ പൊറുക്കണം, കോപിക്കരുത്. സത്കാരമോ അസത്കാരമോ ലഭിച്ചാലും രാജഭ്രഷ്ടനായി ശ്രീവിഹീനനായിട്ട് വിശന്ന് നടക്കുന്ന ഭർത്താവിനോട് ഭാര്യമാരെ കോപിക്കാൻ പാടില്ലല്ലോ. ഇതാണ് ഈ ബാഹുകൻ എന്നോട് മറുപടിയായിട്ട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞ് ആ ബ്രാഹ്മണൻ പർണാദൻ അവിടെ നിന്ന് പോയി. അത് കേട്ട് നമ്മുടെ വൈദർഭിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖമുണ്ടായി, പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം പർണാദനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ട് തൻ്റെ അമ്മയെ സമീപിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം, രഹസ്യമായിട്ടാണ് പറയുന്നത്. അച്ഛൻ ഒരിക്കലും അറിയാൻ പാടില്ല, നമ്മൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. നളനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപായമാണ് ഞാൻ പറയുന്നത്, ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ നമ്മുടെ സുദേവ ബ്രാഹ്മണനെ അയോധ്യയിലേക്ക് പറഞ്ഞയക്കണം. ചില സന്ദേശങ്ങൾ കൊടുത്തയക്കാനുണ്ട്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കലകിപ്പോകും എന്നുള്ള ഒരു ഉപായം ദമയന്തി തന്നെ സ്വീകരിച്ചുകൊണ്ട് ആ പർണാദൻ രാജാവിനെ കണ്ട കാര്യം ധരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ പർണാദനെ വിളിച്ചിട്ട് ധാരാളം സമ്മാനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയാൽ ഇനിയും ഞാൻ സമ്മാനങ്ങൾ തരുന്നതാണ് എന്ന് പറഞ്ഞു. പർണാദൻ സന്തോഷിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ദമയന്തി സുദേവനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ഉടനെ തന്നെ അയോധ്യാപുരിയിലേക്ക് പോകണമെന്ന് വെച്ചാൽ സാധാരണ വേഗത്തിൽ പോയാൽ പോരാ, അങ്ങ് പറന്നിട്ട് ചെല്ലണം. ബ്രാഹ്മണർക്ക് അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ട്. പല ആളുകളും യോഗനിഷ്ഠരാണ്, യോഗാഭ്യാസമുള്ളവരാണ്. അവർക്ക് നിമിഷം കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മനോജപം കൊണ്ട് എത്താൻ സാധിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ അത്തരം യോഗിയായിരിക്കാം ഈ സുദേവൻ. അങ്ങ് വളരെ പെട്ടെന്ന് അയോധ്യയിൽ പറന്നു ചെന്നിട്ട് ഋതുപർണ രാജാവിനോട് പറയണം, ഇവിടെ വിദർഭയിൽ ദമയന്തിക്ക് 2ാം സ്വയംവരം നിശ്ചയിച്ചിരിക്കുന്നു. അവിടേക്ക് രാജാക്കന്മാരും രാജപുത്രന്മാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെയാണ് വിവാഹം. സൂര്യോദയത്തിൽ ദമയന്തി പുതിയ ഭർത്താവിനെ തിരഞ്ഞെടുക്കും. അങ്ങേക്കും ചെന്ന് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പുറപ്പെടൂ എന്ന് പറയണം. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ 24 മണിക്കൂർ സമയം അല്ലെങ്കിൽ 60 നാഴിക സമയം കഴിയുമ്പോഴാണ് വിവാഹം, ഇത്ര ധൃതിയിൽ വിവാഹം നടത്തുന്നത് എന്ന് വെച്ചാൽ നളൻ ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് നടന്നില്ലെങ്കിലോ, അതുകൊണ്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം എന്ന് കൂടി അങ്ങ് അറിയിക്കണമെന്ന് പറഞ്ഞു. സുദേവൻ ദമയന്തി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു, പറഞ്ഞപടി ചെയ്തു. അയോധ്യയിൽ ചെന്ന് സന്ദേശം കേൾപ്പിച്ചു. ഋതുപർണന് വളരെയധികം ധൃതിയായി ദമയന്തി, സുന്ദരിയായ ലോകസുന്ദരിയായ ദേവന്മാർ പോലും കുതിക്കുന്ന അവളെ സ്വയംവരത്തിൽ സ്വന്തമാക്കാമെന്ന് ഋതുപർണനും ആഗ്രഹമുണ്ടായി. ഋതുപർണൻ തൻ്റെ സൂതനായ ബാഹുകനെ വിളിച്ചു. ദമയന്തി ആഗ്രഹിച്ചതുപോലെ, പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. കാരണം നളന് മാത്രമേ ഒരു ദിവസം കൊണ്ട് അയോധ്യയിൽ നിന്നും വിദർഭയിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഋതുപർണൻ എന്ത് വിചാരിച്ചാലും നടക്കില്ല. അപ്പോൾ ഋതുപർണൻ തൻ്റെ ഹയകുശലനായ അശ്വകോവിദനായ ബാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒറ്റ ദിവസം കൊണ്ട് വിദർഭയിലെത്തിക്കണം, അവിടെ ദമയന്തിക്ക് 2ാം സ്വയംവരമാണ്. അത് കേട്ട് നളൻ ആകെ തകർന്നു പോയി. ദമയന്തി ഇങ്ങനെ ചെയ്യുമോ? അദ്ദേഹം ചിന്തിക്കുകയാണ്, ദുഃഖിച്ചു, മനസ്സ് തളർന്നു പോയി. ഇങ്ങനെയൊക്കെ ദമയന്തി ചെയ്യുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചു പോവുകയാണ്. അതോ എന്നെ അവിടെ എത്തിക്കാൻ വേണ്ടി ദമയന്തി സ്വീകരിച്ച ഉപായമായിരിക്കുമോ ഇത്? തപസ്വിനിയായ വൈദർഭി എന്നോട് ഇങ്ങനെ ചെയ്യുമോ? ഒരുപക്ഷെ ചെയ്യുമായിരിക്കും. കാരണം ഞാൻ ക്രൂരമായിട്ടാണ് അവളെ ചതിച്ചത്. ക്ഷുദ്രനും കൃപണനുമായ സ്ത്രീ സ്വഭാവ ചപലനുമായ എൻ്റെ ദോഷം കണ്ട് വൈദർഭി എന്നെ ഉപേക്ഷിച്ചതായിരിക്കുമോ? പക്ഷേ നൈവം സ കരഹിത് കുര്യ സാപത്യാച വിശേഷത. 2 മക്കളുള്ള ഒരു ഭർത്തൃമതിയായ സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ? ചെയ്യാൻ സാധ്യതയില്ല. ഏതായാലും നേരിട്ട് കണ്ടു ചെന്നറിയാം. ഋതുപർണൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ
എൻ്റെ കാര്യവും നടക്കുമല്ലോ, എനിക്കും സത്യമറിയാമല്ലോ, അതുകൊണ്ട് ഉടനെ പോകാം എന്ന് നളൻ വിചാരിച്ചു. ഋതുപർണനോട് പറഞ്ഞു, നമുക്ക് പോകാം, ഞാൻ അങ്ങേ എത്തിക്കാം, ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവിനെയും കൂട്ടി നേരെ അശ്വശാലയിലേക്ക് ചെന്നു. നല്ല കുതിരകളെ അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം കണ്ടെത്തുന്നത് ചാവാളികളായ മെലിഞ്ഞുണങ്ങിയ കുതിരകളെയാണ്. യാതൊരു ബലവും ഇല്ല, കണ്ട ലക്ഷണം കെട്ട കുതിരകളെയാണ് തിരഞ്ഞെടുത്തത്. ആകെ ഒരു ലക്ഷണമുള്ളത് തടിച്ച മൂക്കും തടിച്ച താടിയെല്ലുമുള്ള 4 കുതിരകളെയാണ് അദ്ദേഹം പൂട്ടാൻ തയ്യാറായത്. അത് കണ്ടിട്ട് വളരെ അത്ഭുതത്തോടു കൂടി ഋതുപർണൻ പറയുകയാണ്, അല്ല ബാഹുക, നീ എന്നെ ചതിക്കാൻ പുറപ്പെടുകയാണോ, പറഞ്ഞു പറ്റിക്കാൻ പുറപ്പെടുകയാണോ? ആദ്യമേ തന്നെ ഋതുപർണൻ വേഗം നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, പെട്ടെന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇദ്ദേഹം കുറേ സമയമെടുത്തിട്ടാണ് ഈ 4 കുതിരകളെ തിരഞ്ഞെടുത്തത്. അതാണെങ്കിൽ ചാവാളികളായ എല്ലും കുട്ടുമായിട്ടുള്ള കുതിരകൾ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. അപ്പോൾ നളൻ പറഞ്ഞു, അങ്ങ് നോക്കൂ, ഈ കുതിരകളുടെ ലക്ഷണം നോക്കൂ. ഇവയുടെ നെറ്റിയിൽ ഒരു ചുഴിയുണ്ട്, മൂർധാവിൽ 2 ചുഴി, പാർശ്വങ്ങളിൽ 2 ചുഴി വീതം, ഉപപാർശ്വങ്ങളിൽ 2 ചുഴി വീതം, നെഞ്ചിൽ 2 ചുഴി, ഇങ്ങനെ ആകെ 10-12 ചുഴികൾ കണ്ടിട്ട് അത് നോക്കിയിട്ടാണ് കുതിരകളെ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അതിൻ്റെ തടിയും വണ്ണവും ഒന്നും നോക്കിയിട്ടല്ല, നിറവും നോക്കിയിട്ടല്ല. ഈ കുതിര അതിവേഗത്തിൽ ഓടും, ഈ 4 എണ്ണം. ഇനി അഥവാ അങ്ങ് പറയുകയാണെങ്കിൽ അങ്ങ് പറയുന്ന കുതിരകളെ ഞാൻ തിരഞ്ഞെടുത്ത് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഋതുപർണൻ പറഞ്ഞു, നീ ഒരു ഹയതത്വജ്ഞനാണല്ലോ, ഞാനൊന്നും പറയുന്നില്ല, നീ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഋതുപർണൻ ഒരുവിധം സമ്മതിച്ചു. അങ്ങനെ തൻ്റെ ദൃഷ്ടിയിൽ ലക്ഷണമുള്ള 4 കുതിരകളെ തേരിൽ പൂട്ടി നളൻ കയറി. ഋതുപർണൻ വളരെ മടിച്ച് അതിൽ ഒരുവിധം കയറിയിരുന്നു. ഋതുപർണൻ കയറിയപ്പോൾ കുതിരകൾ ക്ഷീണിച്ച് മുട്ടുകുത്തി പോവുകയാണ്. മുട്ടുകുത്തി നിൽക്കുന്ന ഈ കുതിരകളെ നളൻ പണിപ്പെട്ട് ആശ്വസിപ്പിച്ച് അവർക്ക് ഒരു പിന്തുണ നൽകി എഴുന്നേൽപ്പിച്ചു. വാർഷ്ണേയൻ എന്ന് പറയുന്ന മറ്റേ സൂതനെയും തേരിൽ കയറ്റി. പിന്നീട് എല്ലാവരും 2 പേരും നോക്കി നിൽക്കെ നളൻ എന്തൊക്കെയോ കാണിക്കുന്നു. അദ്ദേഹം കുതിരയുടെ കടിഞ്ഞാണ് പിടിക്കുന്നു, എന്തൊക്കെയോ ചില സൂത്രങ്ങൾ പണികൾ ചെയ്യുന്നു. പിന്നീട് കുതിരകൾ ഓടാൻ തുടങ്ങുകയാണ്. ആദ്യം മെല്ലെ ഓടാൻ തുടങ്ങിയ കുതിരകൾ പിന്നീട് അതിവേഗത്തിൽ അങ്ങനെ നിലം തൊടാതെ ഭൂസ്പർശമില്ലാത്തതുപോലെ ആകാശത്തിൽ പറക്കുന്നത് പോലെയാണ് പിന്നീട് ആ രഥം മുന്നോട്ട് പോകുന്നത്. അത് കണ്ട് ഋതുപർണൻ അമ്പരന്ന് വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനൊരു രഥവേഗം, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ വാർഷ്ണേയനും ചിന്തിക്കുകയാണ്, ഈ ബാഹുകൻ വാസ്തവത്തിൽ വേഷം മാറി വന്ന മാതലിയാണോ, ഇന്ദ്രൻ്റെ സാരഥിയായ മാതലിയാണോ? അതേ ലക്ഷണങ്ങളാണ് കാണുന്നത്, അതേ രീതിയാണ് ഈ തേരോട്ടത്തിന് കാണുന്നത്. അതോ ഹയകുലതത്വജ്ഞനായ ശാലിഹോത്രൻ എന്ന് പറയുന്ന മഹാത്മാവ് മനുഷ്യരൂപത്തിൽ ബാഹുകൻ്റെ രൂപത്തിൽ വന്നിരിക്കുകയാണോ? അല്ല, മൂന്നാമതായിട്ട് ഇതുപോലെ തേരോടിക്കാൻ സാധിക്കുന്ന ഒരാൾ മഹാപരാക്രമിയായ നളമഹാരാജാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ലല്ലോ. പരപുരഞ്ജനായ നളരാജാവിൻ്റെ അതേ വയസ്സ്, അതേ പ്രായമാണ് ഈ ബാഹുകന്. അതുപോലെ അതേ ജ്ഞാനം, തുല്യ വയസ്സ്, തുല്യമായ ജ്ഞാനം. ഇവനും ഏതായാലും മഹാപുരുഷനാണ്. മഹാപുരുഷന്മാർ പലപ്പോഴും വേഷം മാറി പ്രച്ഛന്നനായിട്ടാണ് നടക്കുക. അതുകൊണ്ട് ഈ ബാഹുകൻ ചില്ലറക്കാരനല്ല എന്ന് വാർഷ്ണേയനും തോന്നി. അങ്ങനെ ദമയന്തിയുടെ 2ാം സ്വയംവരത്തിന് എന്ന വണ്ണം ഋതുപർണ രാജാവ് ബാഹുകനെ സാരഥിയാക്കിയിട്ട് അതിവേഗം വിദർഭയിലേക്ക് കുതിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഇല്ലാത്ത സ്വയംവരത്തിൽ പങ്കെടുക്കാനാണ് ഋതുപർണൻ പോകുന്നത്. അത് എവിടെ ചെന്ന് കലാശിക്കും? നളന് ദമയന്തിയെ തിരിച്ചു കിട്ടുമോ? നളനെ കണ്ടാൽ ദമയന്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണാം.